ചങ്ങായി ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓപ്പോസിറ്റ് വന്നവന് ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് കയറ്റി അടിച്ച് ഇറങ്ങി. വണ്ടി ഞാനാ ഓടിച്ചത്. പക്ഷെ മിസ്റ്റേക്ക് അവൻ്റെ ഭാഗത്തോ. അവൻ്റെ വണ്ടിയും പോയി, എൻ്റെ വണ്ടിയും പോയി. വണ്ടി വെച്ച് മത്സരിച്ച ചേട്ടാ ചങ്ങായി ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓടിച്ച മത്സരിച്ച ബായ് കൂട്ടാ കൊറേ വർത്താനാക്കല്ല. ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഇൻഡിക്കേറ്റർ ഇടാണ്ട് കേറോ. ഇവിടെ ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കേട്ടോ മത്സരം ഏത് മത്സരം? നിങ്ങൾ കണ്ട മത്സരം? നിങ്ങൾ കണ്ട മത്സരം? ആരെ പ്രശ്നം? നിങ്ങൾ എന്താണ് പറയുന്നത്? നമ്മൾ കാണുന്നുണ്ട്. എന്താ കണ്ടത്? എന്താ കണ്ടത്? നിങ്ങൾ സ്ലോ ചെയ്തില്ല. നിങ്ങൾ രണ്ടുപേരും ചേട്ടാ നമ്മൾ എന്തിനാന്നല്ല ചോദ്യം. ചേട്ടാ ഇൻഡിക്കേറ്റർ എന്തിനാ? അല്ല ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം കേട്ടെ. നിങ്ങൾ ഓട്ടോ ഓടിക്കുന്നല്ലേ? ഇവർക്ക് ആ ശീലം ഉണ്ടാവില്ല. ഇവർക്ക് ആ ശീലം ഉണ്ടാവില്ല. ഒരു പറഞ്ഞില്ല ഇൻഡിക്കേറ്ററിന്റെ ശീലം ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. എന്താണ് സെലക്ടഡ് ഡ്രസ് ചാലഞ്ച്. ഡ്രസ് ചേഞ്ച് അല്ല, ഡ്രസ് ചേഞ്ച് ചെയ്യണോ? ചേഞ്ച് ചെയ്തോട്ടാ. വേണ്ട, ഇനിയിപ്പോ എന്തായാലും കുളിച്ചിട്ട് ഞാൻ ഇതായിക്കോളും, മാറ്റിക്കോളും. എന്നാ പിന്നെ റൂമിലേക്ക് പോയിക്കോടാ. റെസ്റ്റ് എടുത്തോ. മോളിൽ റൂം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ടീ ചായ ഉണ്ടാക്കി വെക്കണം. വേണ്ട ഓക്കെയാ, നാളെ ഓക്കെയാ ട്രയലെല്ലാം ഓക്കെയാണ്. നാളെ നേരെ ഫിഷ് നിർമ്മാണം ഉണ്ടാക്കട്ടെ. നാളെ രാവിലെ എണീച്ച് സാധനങ്ങൾ മേടിച്ചോട്ടാ. പോയി ഉറങ്ങിക്കോ, കടന്നുറങ്ങിക്കോ. രാവിലെ എണീക്കണ്ടത് എന്തെല്ലാം സാധനം വേണ്ടി എന്നെ വിളിച്ചോ. അല്ല നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോയിക്കോളാം. അല്ല നീ കൊണ്ടുപോയിക്കോ, ഫോർച്യൂണർ കൊണ്ടുപോയിക്കോ. ഉണ്ണിക്കണ്ണൻ കുറെ കുമ്പിയല്ലേ? എനിക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ ആളൊരു സ്റ്റാൻഡേർഡും ഫിറ്റ് ഒക്കെ തന്നെയാണ്. ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് ഓവറാക്കി അഭിനയിക്കുന്നതേ ഉള്ളൂ. ഡിസ്കോഡ് നോക്കിട്ട് പറയാല്ലേ. ഡിസ്കോഡിൽ എന്തെല്ലാം ഉള്ളത്? എടാ പോയിക്കോ. യോഗം പിരിച്ചോട്ടിരിക്കുന്നു. കുക്കിനെ സെലക്ട് ചെയ്തിരിക്കുന്നു. പോയിക്കോ. എല്ലാവരും പോയിക്കോ. ഓക്കെ. വേണ്ടേ? എന്നോട് മറക്കണോ, എമ്മോട് കണക്കണോ, എന്നോട് കണക്കണോ, എന്നോട് നടക്കണോ. ആ പാട്ടേതാ? ആ പാട്ടോടോ? ആ പാട്ടേതാ? പാട്ടിന്റെ പേരെന്താ നോക്കിട്ട് പറഞ്ഞ. ക്ലിപ്സ് എടാ പാട്ടിന്റെ പേരെന്താ? എന്നോട് എടാ മൈക്ക് വരാൻ പറയുന്ന എന്താ? എന്താടാ? ഒന്നുമില്ല. മോശമുള്ളായി ചക്ക, മോശമുള്ളായി മൊത്തം പഠിക്കെടുത്തേരാ. അല്ല എന്താ? ഒന്നുമില്ല. എടാ നീ എന്നെ എടുത്തടാ. വെറുതെ ട്രയൽ നോക്കിയതാണ്. ഓൾറെഡി നിന്നെ എടുത്തതാ. ഓൾറെഡി എടുത്താടാ നിന്നെ. കണ്ണെല്ലാം പറഞ്ഞു. ഞാൻ മോശമുള്ളതൊക്കെ നാളെ നീ ഇന്നല്ലേ നാളെ ഒന്ന് വാട്ടിപ്പൊക്കോട്ടെ. ഇതടാ വന്നല്ലോ. അല്ല വേറെ ഒന്നല്ല, എന്റെ വലിയ മരിച്ചു. ഞാനിപ്പോഴും സീരിയസ് ആയിട്ടാ സുഖമല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇതാക്കും വിചാരിച്ചില്ല. ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഉപ്പ വിളിച്ചു, ഉപ്പ മെസ്സേജ് അയച്ചു. ഫിലിമാൻ്റെ പേരെന്തെങ്കിലും അറിയാം? ഫിലിമാക്ക് വൈകുന്നേരം 5 മണിക്ക് ഇങ്ങനെ മരണപ്രദമായിട്ട് വീട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് രാവിലെ ലക്ഷമൊക്കെ വിട്ടേക്കുന്നത്. ഇപ്പോൾ മൈസൂരിലുള്ളത്. പക്ഷെ അതൊരു 7 മണിയാകുമ്പം നാട്ടിലേക്ക് എപ്പോൾ വിചാരിക്കുന്നു. ചെക്കൻ്റെ വെല്ലുമ മരിച്ചോ? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് വന്ന് കേറി ആടിനെ തിരിച്ചു സമയത്തിന്റെ മുമ്പ് ടൈം ശരിയല്ല മീൻസ് വയസ്സായതല്ലേ? വയസ്സുണ്ട്. പക്ഷെ കടത്തത്തിലായിരുന്നോ? ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. ആണോ?
എന്നാ പിന്നെ ഇന്ന് നമ്മൾ കയറിക്കോടാ, ട്രെയിൻ കയറിയോ? ഞാൻ പോയിട്ട് വരട്ടെ. മതി. ലൈവ് ഓഫാക്കാം, നാളെ ഓഫാക്കാം. എടാ അല്ലെങ്കിൽ നമുക്ക് പോയാലോ? നമ്മള് വന്നാൽ കുഴപ്പമുണ്ടോ? മേടിച്ചെടുത്ത് കണ്ടാല് നമുക്ക് കണ്ണൂര് പോയാലോ? കുറെ ആയാലും പോയിട്ട് നാട്ടിലേക്ക്, ഒരാഴ്ച 2 ആഴ്ച പോയിട്ട്. നിന്നെ ചോരോ, നീ എന്തിനാ ഇങ്ങനെ ട്രെയിനിൽ നീ ഈ അവസ്ഥയിൽ എങ്ങനെ പോവാ? നമുക്ക് കാറിൽ ഒന്നിച്ചോ, ഫോർച്യൂണറിൽ പോവാ. എടാ നീ അവിടെ ഇരുന്നേ, നീ അവിടെ ഇരുന്ന ഒന്ന് ചോദിക്കൂടെ, കണ്ണൂർ പോയിക്കൂടെ? മുൽമാനെ കണ്ടിട്ട് വരാം. വേണ്ട, നമ്മളൊന്നിച്ച് വരാടാ, കൊണ്ടാക്കാം. ചെക്കൻ വന്ന ദിവസം തന്നെ ഇങ്ങനെ ആയല്ലോടാ. ഗോ ടു കണ്ണൂർ ആടവിടെ പോയ ലൈവ് ഓഫ് ആ ലൈവ് കട്ടിയ ലൈവ് ഓഫ് ആക്കാം. എടാ ഓക്കെ, എന്തായാലും ഒന്ന് നാട്ടിലെല്ലാം പോവാം. ചെക്കനെ വെല്ലുമാനും കണ്ട് ഒന്ന് മരിച്ചെടുത്തും പോയിട്ട് വരാം. ഓക്കെ, ഓക്കെ. ഇന്നാലേ റജീവ് മരിച്ച RIP സ്മേ. എടാ അപ്പം ശരിയാടാ, വേറൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരു 2-3 മണിക്കൂർ ലൈവ് ചെയ്യാന്ന് വെച്ച് നിന്നാണോ? ഇതെന്താണ് കറക്റ്റ് വന്ന് കയറിയപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥ. എന്തായാലും ഞാനും പോവാം. എന്തായാലും ചെക്കനെ വീട്ടിലെല്ലാം ഒന്ന് കയറാം. എന്തായാലും മരിച്ച വീടല്ലേ, മാലം കണ്ടിട്ട് വരാം. എടാ അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താക്കുന്നത്? എടാ ആടുന്ന ഡ്രസ്സ് മാറ്റല്ലേ ഒരു കാറിന് സൈഡ് നൽകിയില്ല, സ്വകാര്യ ബസ്സിന് നേരെ തോക്ക് ചൂണ്ടി വ്ളോഗർ മുഹമ്മദ് നിഹാദ് തൊപ്പി പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് കാലത്ത് തന്നെ കണ്ടത്. അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, ഞാൻ ഇന്നലെ തൊപ്പിയുടെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായി. അപ്പൊ ഞാനത് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൊപ്പിയുടെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ആ ലൈവിന്റെ ഒരു ക്ലിപ്പ് ആദ്യം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ലൈവ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ കണ്ണൂർക്ക് പോവുകയാണെന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ പോയി. ആ ലൈവ് തീർത്തിട്ട് പുള്ളിക്കാരൻ പോയി കഴിഞ്ഞിട്ട് അവിടെ പോണ വഴിക്ക് പുള്ളിക്കാരന്റെ കാർ ആക്സിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം കാർ ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വകാര്യ ബസ്സായിട്ടുള്ള ഒരു ഇൻസിഡന്റ്. അതിനിടയ്ക്ക് പുള്ളിക്കാരൻ തോക്കെടുത്ത് ചൂണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തേക്കൊരു സംഭവം, അതായത് ആ ഒരു സ്റ്റോറി കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ആക്സിഡന്റ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിവാദം അല്ലെങ്കിൽ ആ ഒരു ഒച്ചപ്പാടുമ്പോഴും അത് കഴിഞ്ഞിട്ട് ഇവരങ്ങനെ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നും അവിടെ തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അറസ്റ്റിലായി, കസ്റ്റഡിയിലെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കസ്റ്റഡിയിലെടുത്തിട്ട് ഇപ്പൊ നിലവിൽ വിട്ടിട്ടുണ്ടെന്നാട്ടെ കേട്ട. അപ്പൊ എന്നാലും ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള സംഭവമൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാവും. അതേപോലെ തൊപ്പി തോക്കെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ തോക്ക് ഇപ്പൊ എയർ ഗൺ പോലത്തെ ലൈസൻസ് വേണ്ടാത്ത രീതിക്കുള്ള തോക്കാണെന്നൊക്കെയാണ് കേട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് എന്നാലും ഒരു തോക്കെടുത്ത് ചൂണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കേസല്ല. അപ്പൊ എന്തിന്റെ പേരിനകത്താണെങ്കിലും ഇപ്പൊ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. അവിടെ നടന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. നമുക്ക് ഈ ജസ്റ്റ് വാർത്ത ന്യൂസിനകത്തൊക്കെ പറയണ മാത്രമുള്ള ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഞാൻ തൊപ്പി തന്നെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലാണ് നമുക്ക് ഈ ഒരു വിഷയം എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്? നമ്മൾ പിന്നെ ഒരുപാട് ഊഹാപോഹങ്ങളൊന്നും ഇതിനകത്ത് പറയാനുള്ള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്ക്